പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പരിപാടികൾ ആരംഭിക്കുന്നു. Hello, everyone. ആദ്യമായി നമ്മുടെ പ്രാർത്ഥന. അപ്പൊ നമുക്ക് അതിനു വേണ്ടി നമ്മുടെ പ്രയർ ടീമിനെ സ്വാഗതം ചെയ്യാം. എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കൂ. Attention please. മാർഗുകൾ വിടയത്തെ മനസ്സു നന്നാവട്ടെ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ സുരഭില ജീവിതമാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ മനസ്സു നന്നാവട്ടെ സത്യം ലക്ഷ്യമതാകട്ടെ ധർമ്മം പാതയതാകട്ടെ സത്യം ലക്ഷ്യമതാകട്ടെ ധർമ്മം പാതയതാകട്ടെ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിൽ അങ്ങിടട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ. Thank you. A very good evening to all guests, dignitaries, teachers, staff members, and my dear friends. പ്രിയമുള്ളവരെ, തിരൂരങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി നവീകരണത്തിന്റെ ശിലാസ്ഥാപന കർമ്മമാണ് ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ശ്രീമാൻ പി അബ്ദുൾ റഹ്മാൻ നിർവഹിക്കുന്നത്. ഈ ധന്യ മുഹൂർത്തത്തിന് സാക്ഷികളാവുകയാണ് നാം ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. എന്തെന്നില്ലാത്തൊരു ആഹ്ലാദപൂർവം നമ്മൾ ഈ നഗരസഭയുടെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്റ്റേഡിയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കാനെത്തിയ ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാൻ സാഹിബ് അവരുടെ ഈ നഗരസഭയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും കൃത്യമായി ഞങ്ങളുടെ പരിപാടിയിൽ എത്തിച്ചേരാൻ സന്മനസ് കാണിച്ച ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഈ നഗരസഭയുടെ ഈ ഹൈസ്കൂളിന്റെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക കലാ കേന്ദ്ര ക്ലബുകളുടെ സ്കൗട്ട് ആൻഡ് ഗെയിംസിന്റെ NSSന്റെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അദ്ദേഹം ലളിതമായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചാണ് ജനകീയമായ ഈ സദസ്സിലേക്ക് അദ്ദേഹം കയറി വന്നത്. ഹൃദയപൂർവ്വം ഞങ്ങളുടെ കലാ ആസ്വാദന പരിപാടികൾ, തിരൂരങ്ങാടിയുടെ അസൽ പരിപാടികൾ അദ്ദേഹത്തെ സ്വാഗതിക്കുന്നു. മന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ
ഈ പ്രദേശവുമായി ഇവിടുത്തെ സ്ഥാപനങ്ങളുമായി നിരന്തര സമ്പർക്കം പുലർത്തിയിരുന്ന അദ്ദേഹത്തെ മന്ത്രി എന്ന നിലയ്ക്ക് അഭിമാനപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് സ്കൂൾ ഗ്രൗണ്ട് മാത്രമാകരുത്, നഗരസഭയുടെ സ്റ്റേഡിയം അന്തർദേശീയ രംഗത്ത് തിരൂരങ്ങായിലെ മഹിമ ഓടിപ്പറിയുന്ന ഒരു മഹാസംഭവമായി, ജനറൽ സ്റ്റേഡിയമായി, പബ്ലിക് സ്റ്റേഡിയമായി, ഫ്ലൈറ്റിലൊക്കെ രാത്രികാലങ്ങളിൽ വൈദ്യുതി പ്രവാഹത്തിൽ കളിക്കാൻ അവസരം നൽകുന്ന ഒരു പൊതു സ്റ്റേഡിയമായി ഞങ്ങൾ തിരുവനങ്ങാടി ഈ സ്റ്റേഡിയത്തെ മാറ്റിത്തരാൻ സന്മനസ് കാണിക്കണമെന്ന് ബഹുമാനായ കായിക വകുപ്പ് മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ കിഫ്ബിയുടെ ഫണ്ടിൽ നിന്നാണ് ഞങ്ങൾ ഈ സ്ഥലത്തെ വിളിക്കുന്നത്. അതിന് കഠിനമായി ശ്രമിച്ച മുൻ MLA അബ്ദുൾ റബ്ബ് സാഹിബിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയങ്കരനായ MLA KPM മജീദ് സാഹിബിനെ ഈ വേദിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നേരത്തെ അടുത്ത തുകയിൽ നിന്ന് കുറെ താഴോട്ട് പോയിട്ടുണ്ട്. അത് താങ്കളുടെ പരിശ്രമപരമായി അങ്ങയുടെ വകുപ്പിന് കീഴിൽ ഉള്ള ഈ സ്ഥാപന സ്റ്റേഡിയം കായിക കേന്ദ്രത്തിന്റെ അഭിമാനമായ കായിക മന്ത്രി എന്ന നിലയ്ക്ക് അത് പ്രത്യേകം താല്പര്യമെടുത്ത് ഞങ്ങളോട് കാരുണ്യം ചെയ്ത് ഈ പ്രദേശത്തെ കലാക്ഷേത്രത്തിന്, കലാലയത്തിന്, സ്റ്റേഡിയത്തിന് അങ്ങയുടെ കൃത്യമായ ഒരു അനുമതി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എത്രയും വേഗം ഈ സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തീകരിച്ച് അതിഗംഭീരമായ വരവേൽപ്പോടുകൂടി ഇതിന്റെ ഉദ്ഘാടന വേദിയിലേക്കും ഞങ്ങൾ അദ്ദേഹത്തെ ഇപ്പോൾ തന്നെ അഡ്വാൻസായി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഞങ്ങളുടെ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സുഹറാബി, ഇക്ബാൽ കല്ലിങ്ങൽ ചെയർപേഴ്സൺ വികസന സമിതി, M. സുജിനി ചെയർപേഴ്സൺ ക്ഷേമകാര്യ സഭ, CP ഇസ്മായിൽ ആരോഗ്യകര ചെയർമാൻ, EP ബാവ ചെയർമാൻ വിദ്യാഭ്യാസ സമിതി, വഹീദ ചമ്പ ചെയർപേഴ്സൺ പൊതുമരാമത്ത് നഗരസഭ, PM ഹക്ക് PTA പ്രസിഡന്റ്, SM MC MSC ചെയർമാൻ, ബഹുമാനായ ഇതിന്റെ പ്രിൻസിപ്പൽ, ഇത് HM, മറ്റു PTA ഭാരവാഹികൾ, അടങ്ങിയിരിക്കുന്ന ഈ പ്രദേശത്തെ എല്ലാ നല്ലവരായ ആളുകളെയും, പ്രത്യേകിച്ച് സ്കൗട്ടിന്റെയും NSSന്റെയും പ്രാർത്ഥനാ രീതിയിലെ കുട്ടികളടക്കമുള്ള എല്ലാ നല്ലവരായ ആളുകളെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് സമയത്ത് കഴിയുകൊണ്ട് ഈ സ്റ്റേഡിയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയും ബഹുമാനപ്പെട്ട അവരെയും പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. കൂട്ടത്തിൽ നമ്മുടെ ബഹുമാനായ ഈ പ്രദേശത്തിന്റെ ആദരണീയനായ അരിമ്പറ മുഹമ്മദ് മാസ്റ്റർ അവരുടെ പ്രത്യേകമായി സഭയിലേക്ക് സ്വാഗതം ചെയ്യുക. ബഹുമാനപ്പെട്ട MLA KPM മജീദ് സാഹിബിനെ ഞാൻ നേരത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുകയാണ്. അദ്ദേഹത്തെ സഭയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനായിട്ടുള്ള രാംദാസ് മാസ്റ്റർ അവர்கள், ബഹുമാനായിട്ടുള്ള മുസ്ലിം അവர்கள், അടക്കമുള്ള മൊയ്തീൻ സാഹിബ്, അഡ്വക്കേറ്റ് മിഠായി കുട്ടി, അതുപോലെ തന്നെ നിങ്ങളുടെ ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ മുസ്തഫ മാസ്റ്റർ അടക്കമുള്ള എല്ലാവരും ക്ഷമിക്കുക. Yes, the dignity of honor, I consider it is a great honor to welcome our chief guest, Mr. D. Abdul Rahman, currently serving Kerala Minister of Sport, Butterfly Swim Gates, Focus Telegraph and Railway.
Thank you, sir. Yes, I'm glad we invite Mr. Kapil Malchi, Tirumani Mandala MLA for Presidential Address. നമ്മുടെ പരിപാടിയുടെ നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന കായിക റെയിൽവേ കാര്യമന്ത്രി പ്രിയപ്പെട്ട അബ്ദുൾ സായി, മുനിസിപ്പൽ ചെയർമാൻ AP അഭിയോഗ്യനായിട്ടുള്ള അബ്ദുൾ സാഹിബ്, വേദിയുള്ള ജനപ്രതിനിധികളെ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ സമയത്ത് ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉണ്ടാകും. നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഒരു ചിരകാല സ്വപ്നം എന്ന് തന്നെ പറയാം. നമ്മുടെ ഈ ഗ്രൗണ്ട് നവീകരിച്ച് നല്ലൊരു സ്റ്റേഡിയമാക്കി മാറ്റാനുള്ള പരിശ്രമത്തിന്റെ തുടക്കമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ നിർവഹിക്കുന്നത്. കായിക വകുപ്പിന്റെ പ്രത്യേക മന്ത്രി സ്വാഭാവികമായും അദ്ദേഹത്തിന് നിർവഹിക്കാനും അതുപോലെ ആവശ്യമായിട്ടുള്ള സ്ഥാപന സാഹചര്യങ്ങൾ ചെയ്യാനും സാധിക്കുമെന്ന് കൂടി ഞാൻ പ്രത്യേകപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സാഹിബിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ഫണ്ട് വെച്ചത്. എനിക്ക് തോന്നുന്നു ഒരു 4 കോടിയോടടുത്ത് സംഖ്യത്തിന് അന്ന് നീക്കിവെച്ചിരുന്നെങ്കിലും പിന്നെ കിഫ്ബിയുടെ പരിശ്രമത്തിന്റെ ഫലമായി ഇപ്പൊ 2 കോടി മാത്രം സംഖ്യയാണ് വെച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇക്കാര്യത്തിൽ തന്നെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. ഫണ്ടിന്റെ കുറച്ചുകൂടി ലഭ്യത കിട്ടിയാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ സ്റ്റേഡിയത്തെ മാറ്റാൻ കഴിയും. ഈ പ്രദേശത്തെ കായിക രംഗത്ത്, പ്രത്യേകിച്ച് ഫുട്ബോൾ രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഉള്ള ധാരാളം കുട്ടികൾ പ്രവർത്തനങ്ങളുള്ള ഒരു സ്ഥലമാണ്. തീർച്ചയായും അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണിത്. ഈ പ്രദേശത്ത് മാത്രമല്ല, തിരുവരങ്ങാടിയുടെ ഹൃദയാകാംക്ഷാണ് ഈ സ്റ്റേഡിയം എന്ന് കൂടി അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് അതിന്റെ എല്ലാവരും ആത്മാർത്ഥമായ സഹകരണം നമ്മുടെ പ്രതീക്ഷകനുസരിച്ച് ഇതിന്റെ സ്റ്റേഡിയം പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന പ്രത്യേകം ആശംസിച്ചുകൊണ്ട് ഞാൻ അധ്യക്ഷ അവസാനിക്കുകയും ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി നടത്തി അതിനോടനുബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട മന്ത്രി അഭ്യർത്ഥിക്കുന്നു. Thank you, sir, for a wonderful speech. അടുത്തതായി ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ മുഖ്യ അതിഥി ശ്രീമാൻ അബ്ദുറഹ്മാനെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട നിയോജക മണ്ഡലം MLA ബഹുമാന്യനായ KP മജീദ് സാർ, വളരെ ബഹുമാന്യനായ മുൻ മന്ത്രിയും തിരൂരങ്ങാടിലെ മുൻ MLA-മായിരുന്ന AK അബ്ദുൾ, ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാനും എൻ്റെ സുഹൃത്തുമായിട്ടുള്ള KP മുഹമ്മദ് ബക്കീർ സാഹിബ്, ബഹുമാനപ്പെട്ട നഗരസഭ വൈസ് ചെയർപേഴ്സൺ CP സുഹാബി,
ബഹുമാനപ്പെട്ട ഇക്ബാൽ കല്ലങ്ങൾ നഗരസഭ മെമ്പർ, പ്രിയപ്പെട്ട എം സുജിനി, ശ്രീ സി പി ഇസ്മായിൽ, പി പി ബാവ, ശ്രീ വാഹിദ, ബഹുമാനപ്പെട്ട തിരുവങ്ങാടി DEO, ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് തുടങ്ങി പ്രിൻസിപ്പൽ അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കെട്ടിടത്തിന് അനുവദിച്ച തുക ഒരു ഗ്രൗണ്ടിന് വേണ്ടി കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടൊരു സംഭവം. അത് മറ്റൊന്നും കൊണ്ടല്ല, ബഹുമാനപ്പെട്ട നിങ്ങളുടെ മുൻ MLA നിരന്തരമായുള്ള പരിശ്രമം കൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യം നേടിയെടുക്കാൻ കഴിയും. ഇവിടെ സംസ്ഥാനത്ത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നിരവധി പദ്ധതികൾ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട MLA വിദ്യാഭ്യാസ മന്ത്രി കെട്ടിടത്തിന്റെ പേര് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് കെട്ടിടമല്ല, എന്റെ തിരുവങ്ങാടിയിൽ നിരവധി ക്ലബുകളും കുട്ടികളും ഒക്കെ അവർക്ക് കളിക്കാൻ ഒരു സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഗ്രൗണ്ടിലുള്ള പണം ലഭിച്ചിട്ടുള്ളത്. ഏതായാലും നല്ല കാര്യമാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ കായിക വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ സംസ്ഥാനത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഏറ്റവും ചുരുങ്ങിയത് കളിക്കുളമെങ്കിലും വേണമെന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ നടപടികൾ നടത്തി വരികയാണ്. നമ്മൾ ഒന്നാം ഘട്ടമായി 100 പഞ്ചായത്തുകളിൽ 100 പുതിയ കളിക്കുളങ്ങൾ നൽകുന്ന നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അടുത്ത ജനുവരിയോട് കൂടി എല്ലാ പഞ്ചായത്തുകളിലും അനുവദിച്ച 100 ഗ്രൗണ്ടുകൾ നമുക്ക് നൽകാൻ പോകും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏകദേശം നമ്മൾ 1000 കോടി രൂപയാണ് കളിക്കളങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടായത്. അതിൽ 52 വലിയ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുള്ള മറ്റുള്ള നിർമ്മാണങ്ങളും നല്ല രീതിയിൽ നടക്കുകയാണ്. അതിൽ വോളിബോൾ ഗ്രൗണ്ടുകളുണ്ട്, മറ്റ് സ്പോർട്സ് ഇനങ്ങൾ പരിശീലിക്കാനുള്ള ഇടങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കോമൺവെൽത്ത് ഗെയിം അടക്കമുള്ള വലിയ മത്സരങ്ങൾ അല്ലെങ്കിൽ ഈവൻസ് സംഘടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള യൂണിവേഴ്സിറ്റിയോട് ചേർത്ത് തന്നെ ഇപ്പൊ കോഴിക്കോട് തന്നെ അത് മഞ്ചേരി ഗ്രൗണ്ടും മറ്റു രാമനഗരയിൽ മറ്റൊരു സ്റ്റേഡിയവും നമ്മൾ നിർമ്മിക്കാൻ പോകും. അപ്പൊ എല്ലാ തലങ്ങളിലും ഇന്ത്യയിൽ തന്നെ കായിക അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളുള്ള ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോ ഗവൺമെന്റ് ഇത്രയും പണം ഈ രീതിയിൽ മുടക്കാനും അതോടൊപ്പം തന്നെ അതിന്റെ നിർമ്മാണങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കായിക രംഗത്ത് നമ്മൾ വളർച്ച ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 4-ാമത്തെ വർഷമായി നമ്മുടെ ഡാറ്റകൾ പരിശോധിച്ചാൽ അത്തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധന നടത്തുമ്പോൾ നമ്മൾ നിരാശരാണ് ആ കാര്യത്തിൽ. സംസ്ഥാന തലത്തിലും അതോടൊപ്പം തന്നെ നാഷണൽ വരെ നമ്മൾ നല്ല മത്സരങ്ങൾ കാഴ്ചവെച്ച് എത്തുമെങ്കിലും അതിനുശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ പുറകോട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒളിമ്പിക്സിൽ തന്നെ പങ്കെടുക്കാൻ നോക്കിയപ്പോ നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു വനിതയെ പോലും നമുക്ക് അതിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിനർത്ഥം മറ്റൊന്നുമല്ല, ഈ രംഗത്ത് നിരാശ എന്നൊന്നും ഞാൻ പറയുന്നത്. കാരണം സ്പോർട്സിൽ നിരാശയില്ല. കാരണം ഒരു പ്രാവശ്യം തോറ്റാൽ അടുത്ത പ്രാവശ്യം ജയിക്കുമെന്നുള്ള ലക്ഷ്യം ഏതൊരു കായിക താരത്തിനും ഉണ്ടാവും. പക്ഷെ ആ രീതിയിൽ കായിക രംഗത്തെ വളർത്തിയെടുക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തി വരുന്നത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ 2 പ്രധാനപ്പെട്ട വിഷനുകൾ ഇപ്പോൾ ആസൂത്രണം ചെയ്തത്. അതിലൊന്ന്
5 വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ നിലവിലുള്ള താരങ്ങളെ മെച്ചപ്പെടുത്തിയെടുത്ത് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കയറ്റുക എന്നുള്ളൊരു രീതിയും അതോടൊപ്പം തന്നെ 10 വർഷം നീണ്ടു നിൽക്കുന്ന ലോങ് ടൈം മിഷനുമാണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മൾ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിലൊക്കെ തന്നെ അടുത്ത അക്കാദമിക് വർഷം മുതൽ പുതിയ സ്പോർട്സ് ഒരു ഇനമാക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാൻ പോവാം. അതിന്റെ അച്ചടി ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പൊ അതിന്റെ ചെറിയ കാര്യങ്ങൾ ഈ കൈറ്റ് ടി വിയിൽ നമ്മളിപ്പോ പ്രദർശിപ്പിച്ചു ഒരു അരമണിക്കൂർ അത്തരത്തിലൊരു ക്ലാസ് നടന്നു. അപ്പൊ അത് നല്ല രീതിയിൽ നമുക്ക് വിദ്യാലയങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ കായിക രംഗത്ത് മെച്ചമുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം പ്രീ പ്രൈമറി തലം തൊട്ട് തന്നെ നമ്മുടെ കുട്ടികളെ കായികമായി പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ അവർക്ക് കൂടി ഉപയോഗപ്പെടുന്ന രീതിയിൽ തന്നെ അവരെ മാറ്റിയെടുക്കുക എന്നതാണ് അവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ അവരൊരു 10ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല കായിക താരങ്ങളെ കണ്ടെത്തുകയും ജൂനിയർ തലത്തിൽ തന്നെ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ കായിക ശക്തി നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി ഒരു +2 കോളേജ് വരുമ്പോഴേക്കും അവരെ നല്ലൊരു കായിക താരമായി വളർത്തിയെടുക്കാൻ അത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെ കാരിയറിൽ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. രാജ്യത്തിന് മുതിർന്ന രീതിയിൽ അത് മാറ്റിയെടുക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യമാണ് നമ്മൾ ഇതുമായി മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതി. അതോടൊപ്പം തന്നെ നമ്മുടെ കായിക നയം, ഈ കായിക നയം നമ്മൾ അടുത്ത ജനുവരിയിൽ വരാൻ പോകും. അപ്പൊ അതിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു വരികയാണ്. അവിടെ ആ കായിക നയങ്ങൾ വരുമ്പോൾ നിലവിലുള്ള രീതിയിൽ പാരമ്പര്യ തലത്തിൽ നമ്മൾ നടത്തി വരുന്ന കായിക വലിയ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ കോമ്പറ്റീവ് ആയിരുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിയണം. ആ രീതിയിലാണ് നമ്മൾ ആ കാര്യത്തെ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ പഞ്ചായത്തുകളിലും നമ്മളിപ്പോ സ്പോർട്സ് കൗൺസിലുകൾ രൂപീകരിക്കുകയാണ്. താഴെത്തട്ടിലേക്ക് കായിക രംഗത്തെ പ്രവർത്തനത്തെ കൊണ്ടുവരിക എന്നാണ് അതിന് ലക്ഷ്യമായി നമ്മൾ കാണുന്നത്. ഇപ്പോൾ ജില്ലാ തലത്തിലാണ് സ്പോർട്സ് കൗൺസിലുകൾ ഇന്ന് നിലവിലുള്ളത്. ആ ജില്ലാ തലത്തിലുള്ള സ്പോർട്സ് കൗൺസിലുകളെ പഞ്ചായത്ത് തലത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളിലെ പ്രോസസ്സുകൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ അക്കാദമിക് തലത്തിലേക്ക് നമ്മുടെ കായികം ഒരു ഇനമായി വരുമ്പോൾ അവരെ കൂടി തന്നെ പഞ്ചായത്ത് തലത്തിലുള്ള സ്പോർട്സ് കൗൺസിലുകൾക്ക് പ്രോത്സാഹിപ്പിക്കാനും കൂടുതൽ അതിനെ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയും. ഇതൊക്കെയാണ് കായിക രംഗത്ത് നമുക്ക് പ്രധാനമായിട്ടും അടിസ്ഥാനപരമായി ചെയ്യാനുള്ള കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി ചേർന്നുകൊണ്ട് തന്നെ 5 ലക്ഷം വരുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഫുട്ബോളിൽ പരിശീലനം നൽകാനുള്ള നടപടികളൊക്കെ ആയിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. അത് അടുത്ത മാസം തന്നെ നമ്മൾ തിരുവനന്തപുരത്തും ആ പദ്ധതി ആരംഭിക്കുക. ഇങ്ങനെ വിവിധ തലങ്ങളിൽ കഴിയുന്നത്ര കൂടുതൽ ആളുകളെ, കുട്ടികളെ ആയാലും മുതിർന്നവരായാലും ഒക്കെ തന്നെ കായിക ക്ഷമത നേടുന്നതിനുള്ള നടപടി ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോ നമ്മുടെ തീരദേശ പ്രദേശങ്ങളിൽ നിങ്ങളെ കോവിഡിന്റെ നിരക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ കായികമായി അധ്വാനിക്കുന്ന ആ ഭാഗത്തുള്ള ആളുകൾക്ക് കോവിഡിന്റെ നിരക്കിൽ വന്ന കുറവ് മാക്സിമം വന്നത് 2 or 3 കേസുകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നമ്മുടെ തീരദേശത്തിൽ മുഴുവൻ, കേരളത്തിലെ തീരദേശത്തുള്ള മുഴുവൻ കണക്കുകൾ എടുക്കുമ്പോഴും കോവിഡ് ബാധിച്ചവരുടെ നിരക്ക് എന്നത് 2 or 3% മാത്രമായിരുന്നു. അതിന് കാരണം ശക്തമായ കായിക ക്ഷമതയുള്ള ശരീരങ്ങൾ അല്ലെങ്കിൽ ആളുകൾ ആ ഭാഗത്തുണ്ടായതുകൊണ്ട് അവർ നിത്യേന കടയിൽ പോകുന്നു, അധ്വാനിക്കുന്നു. ആ ഒരു കായിക അധ്വാനം അവർക്ക് ഈ രോഗത്തിൽ നിന്നും മോക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കൂടുതൽ തലങ്ങളിലേക്ക് കായികമായി നമ്മുടെ ആളുകൾക്ക് ഇറക്കിക്കൊണ്ടുവരാൻ, കായിക സംസ്കാരം വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോൾ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പുതിയ പദ്ധതികൾ ഇപ്പോൾ രൂപം കൊടുത്തത്. അത് മാത്രമല്ല, ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, ഇവിടെ നമുക്ക് പലർക്കും നല്ല രീതിയിൽ തന്നെ തിരങ്ങാടി എടുക്കാം. തിരങ്ങാടിയിലെ കാൽപന്തുകളുടെ ഏറ്റവും നല്ല നാടാണ്. നമ്മുടെ തിരങ്ങാടി ഫുട്ബോളൊക്കെ പ്രശസ്തമാണ്. ഏത് കാലത്തും തിരങ്ങാടി ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുമ്പോൾ ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ എത്തപ്പെടുന്ന ഒരു നാടായിരുന്നു നമ്മുടെ തിരങ്ങാടിയിൽ ഫുട്ബോൾ ടൂർണമെന്റ്. ഇന്ന് അതൊക്കെ സ്വാഭാവികമായിട്ടും നിന്നു പോയിട്ടുണ്ടാണ്. അതൊക്കെ നമുക്ക് തുടങ്ങാൻ കഴിയണം.
പുതിയ മത്സരങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മൾ ഇപ്പോ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് മലപ്പുറത്ത് നിന്ന് കൊണ്ടുവരണം എന്നൊരാഗ്രഹം ഇപ്പോൾ നമുക്ക് അതിനപ്പുറം നമ്മളിപ്പോ നാളെ മുതൽ ഓൾ ഇന്ത്യ വനിതാ ലീഗ് ചാമ്പ്യൻഷിപ്പുകൾ നമ്മൾ കേരളത്തിൽ ആരംഭിക്കുകയാണ്. അടുത്ത 28 ദിവസങ്ങളിലായി 28 ടീമുകൾ നമ്മുടെ സംസ്ഥാനത്ത് ആ ചാമ്പ്യൻഷിപ്പ് ലീഗിൽ മത്സരിക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ജൂനിയർ ടീം അടുത്ത ഒരു വർഷം ഇവിടെയാണ് ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ ക്യാമ്പ് ചെയ്യുക. അത് നീലേശ്വരത്തുള്ള നമ്മുടെ പുതിയ സ്റ്റേഡിയത്തിൽ അവർക്ക് താമസ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞു. അവിടെ അവർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കഴിഞ്ഞു. അവര് ആ ഒരു വർഷം നമ്മുടെ കേരള സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുമ്പോൾ ജില്ലയിലെ എല്ലാ ജൂനിയർ സീനിയർ ടീമുകളുമായി അവർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. അപ്പൊ കൂടുതൽ മത്സരങ്ങൾ അതിൽ വരുമ്പോൾ കൂടുതൽ ആളുകളെ നമുക്ക് ഈ രംഗത്ത് കൊണ്ടുവരാൻ കഴിയും. ഇതൊക്കെ നല്ല രീതിയിൽ നമ്മൾ നടത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങളുടെ പൂർണ്ണമായുള്ള സഹകരണം ഈ രംഗത്ത് ഉണ്ടാവും. കാരണം സ്പോർട്സ് ആയതുകൊണ്ട് അതിൽ മറ്റൊരു രാഷ്ട്രീയവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുതന്നെയാണ് നമ്മുടെ കായിക രംഗത്തുള്ള വിജയം. ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. തിരുനാട് സ്റ്റേഡിയത്തെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായും നമുക്കൊന്ന് ശ്രമിക്കാം. പിന്നെ ഏതെങ്കിലും ഇപ്പോ ഈ സ്ഥലത്തിന്റെ കണക്ക് വെച്ചിട്ടാണ് ഈ പണം അനുഭവിച്ചത്. അപ്പോ വിദ്യാലയം പ്രവർത്തിക്കാത്ത സമയത്ത് പുറത്തുള്ള ആളുകൾക്കും കൂടി ഇത് ഉപയോഗപ്രദമാണ് എന്ന് തോന്നുന്നു. അതായിരിക്കാം അങ്ങനെയുള്ള MOU ആദ്യം പറയുന്നത്. ഈ സ്കൂളിലെ ബന്ധപ്പെട്ട ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് തെറ്റായിട്ട് കാണുന്ന സ്കൂളിൽ മാത്രമുള്ള സ്റ്റേഡിയമല്ല, പൊതുജനങ്ങൾ ഇത് മാറണം. ബന്ധപ്പെട്ട MLA ഞാൻ ആദ്യം മന്ത്രിയുമായി ആയിട്ട് എന്നെ ആദ്യമായി കാണാൻ വന്നപ്പോ ബഹുമാനപ്പെട്ട MLA മജീദ് സാഹിബ് ചോദിച്ചത് കുട്ടികൾ ഭയങ്കരമായി പ്രശ്നത്തിലാക്കണം, കളിക്കാൻ സ്ഥലമില്ല എന്നാണ്. തീർച്ചയായും ഞാനത് അത്ഭുതപ്പെട്ടുപോയി. മജീദാക്കനെ കുറിച്ച് ആള് ആദ്യം പറയുന്നത് ഗ്രൗണ്ടിനെ കുറിച്ചായപ്പോ എനിക്ക് തീർച്ചയായിട്ടും അങ്ങയുടെ മണ്ഡലത്തിൽ കളിക്കളങ്ങളില്ലാത്ത മുഴുവൻ പഞ്ചായത്തുകളിൽ കളിക്കളങ്ങൾ തരുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. തീർച്ചയായും പരിഗണിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങയുടെ കത്ത് കിട്ടിയിട്ടുണ്ട്. അതൊരു പ്രശ്നമാണ്. ചെറിയ കളിക്കളങ്ങൾക്ക് 50 സെന്റ് മുതൽ 1 ഏക്കർ സ്ഥലം വരെ വേണം. അതിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കുട്ടികൾ കളിക്കാനുള്ള സ്ഥലം, വലിയവർക്ക് വൈകിട്ട് വന്നിരുന്ന് സംസാരിക്കാനും അവർക്ക് കുറെ സമയം ചെലവഴിക്കാനുള്ള ഒരു ഭാഗം, ചെറിയ കുട്ടികൾക്ക് ഉള്ള കളിക്കാനുള്ള ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും വന്നിരുന്ന് വൈകുന്നേരങ്ങളിൽ അവരുടെ സമയം പോക്കാനൊരു നടത്തും. അതോടൊപ്പം തന്നെ ഒരു പ്രായമായ ആളുകൾക്കൊക്കെ ഇരിക്കാനുള്ള സ്ഥലമില്ല, എല്ലാവർക്കും റോഡും വീടും ഒക്കെ. അപ്പൊ ഒരു കേന്ദ്രമായി അവിടെ ബെഞ്ചൊക്കെ ഇട്ട് വന്നിരിക്കാനുള്ള സ്ഥലം ആ രീതിയിൽ തന്നെയാണ് നമ്മളത് രൂപകൽപ്പന ചെയ്തത്. അടുത്ത ദിവസം തന്നെ അതിന്റെ ചിത്രം നമുക്ക് പുറത്തു വിടും. ഏതായാലും ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് കായിക രംഗത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒളിമ്പിക്സ് ഗെയിമിന് അപ്പുറം നമ്മുടെ നാട്ടിൽ തന്നെ ആളുകൾക്കെല്ലാം കായിക ഇനത്തിൽ അവർ നടക്കാനുള്ള സൗകര്യം ഏറ്റവും കൂടുതൽ വേണ്ടതാണ്. ഇപ്പൊ നമ്മൾ പ്രമേഹം, പ്രഷർ, നിരവധി രോഗങ്ങളാണ്. പക്ഷെ മര്യാദക്ക് അരമണിക്കൂർ നടന്നാൽ ഒരു 2 ഗുളികയുടെ കുറവുകൾ നമുക്ക് വരുത്താൻ പറ്റും. അപ്പൊ ആ രീതിയിൽ കൂടി നമുക്ക് ചിന്തിക്കാൻ കഴിയട്ടെ എന്ന് ആശ്രയിച്ചുകൊണ്ട് ഈ പൊതു വിദ്യാഭ്യാസ സംരക്ഷണത്തിന് വ്യക്തമായിക്കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ അതിന്റെ തറക്കല്ലുകൾ കർമ്മം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ പണി പൂർത്തിയാക്കി തുറന്നെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിന് കൃത്യമായിട്ട് മേൽനോട്ടം സ്പോർട്സ് എഞ്ചിനീയറിംഗ് വകുപ്പ് നടത്തും. അത് സ്വകാര്യ കോൺട്രാക്ടർ ആണെങ്കിലും കൃത്യമായി കിഫ്ബിയുടെ പണം ഉപയോഗിക്കുമ്പോൾ അതിന്റെ മേൽനോട്ടം സ്പോർട്സിന്റെ എഞ്ചിനീയറിംഗ് വകുപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അത് നിർമ്മിക്കാനുള്ള സൗകര്യങ്ങൾ സർക്കാർ ചെയ്തിരുന്നു മാത്രം നമുക്ക് ചെയ്യുകയും. അടുത്തതായി മൊമെന്റ് കൊടുക്കുന്ന ചടങ്ങാണ്. അതിനുവേണ്ടി ആദ്യമായി ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന തലത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തിയ മനസ്സ് സർഗോത്സവത്തിൽ വാട്ടർ കളറിംഗ് മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം ലഭിച്ച നമ്മുടെ സ്കൂളിലെ +2 സയൻസ് വിദ്യാർത്ഥിനിയായ സന മുസ്തഫ കെപിക്ക് സർട്ടിഫിക്കറ്റോ NSS മത്സരത്തിലൂടെ ഉപഹാരം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിച്ചുകൊള്ളുന്നു.
വേണ്ടിയുള്ള സർ ഡോക്ടർ അനിസുദ്ദീൻ അഹമ്മദ്, അദ്ദേഹം കാലടി ശ്രീ ആചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നും മലയാളത്തിൽ PhD കിട്ടിയ അന്തമാൻ മക്കളമാരുടെ ഭാഷയും സംസ്കാരവും ചാരിത്രാത്മക പഠനം എന്ന വിഷയത്തിൽ. Thank you, sir. Yes, I would like to invite distinguished guest Mr. P.K. Abdurrahman, former Education Minister of Kerala. പ്രിയങ്കരനായ അധ്യക്ഷൻ നിയോജകമണ്ഡലത്തിലെ ബഹുമാനായ പ്രിയങ്കരനായ മുഖ്യമന്ത്രി നഗരസഭാ ചെയർമാൻ KP മുഹമ്മദ്, വൈസ് ചെയർമാൻ KP മറ്റ് വേദിയിലുള്ള ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു പ്രസംഗത്തിന് എനിക്കിവിടെ പ്രസക്തിയില്ല. ബഹുമാനായ മന്ത്രി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് മുഖേനയായി നടത്താൻ തീരുമാനിച്ചിട്ടുള്ള പദ്ധതികൾ തുടങ്ങി പൂർത്തീകരിക്കുന്നതോടുകൂടി കായിക രംഗത്ത് ഒരു വലിയ മുന്നേറ്റം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. തിരുനെൽവേലിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 3 കോടിയിൽ പരം 3.5 കോടിയോളം രൂപയുടെ പദ്ധതിയാണ് നമ്മൾ സമർപ്പിക്കുന്നതെങ്കിൽ 1 കോടിയിൽ പരം രൂപ കുറച്ചുകൊണ്ടാണ് ഇതിന് ടിവിയുടെ അനുവാദം ലഭിക്കുക. ഈ സ്കൂളിൽ നിന്ന് തന്നെ റോഡ് മുറിച്ചുകൾ അല്ലാതെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാനും അതുപോലെ ഒരു ഇൻഡോർ സ്റ്റേഡിയവും ഒക്കെ ഉൾപ്പെട്ടതായിരുന്നു നമ്മൾ കൊടുത്ത പദ്ധതി. അതെല്ലാം തന്നെ വെട്ടിച്ചുരുക്കിയത് കൊണ്ടാണ് ഈ സംഖ്യ കുറഞ്ഞത്. ഏതായാലും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പറഞ്ഞതുപോലെ അതിന്റെ ബാക്കി കാര്യങ്ങൾ ഇതിന്റെ പണി പൂർത്തിയാകുന്നതോടെ 2ാം ഘട്ട മേഖലയിൽ നമുക്ക് നേടിയെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ മന്ത്രി പറഞ്ഞ ഒരു കാര്യം, സ്കൂൾ കെട്ടിടങ്ങളിലുള്ള പണം ഗ്രൗണ്ടിന് വേണ്ടി മാറ്റി എന്നുള്ളതാണ്. ഗ്രൗണ്ടാണ് വാങ്ങിയത് എന്നുള്ളത് ശരിയാണ്, പക്ഷെ സ്കൂളിന് സ്ഥലം മാറ്റിയതല്ല. കാരണം സ്കൂളിനുള്ള കെട്ടിടം പിന്നെ ആവശ്യമുണ്ടായിരുന്നു. ഏകദേശം 6 കോടിയോളം രൂപ 2 തവണയായി സ്കൂൾ കെട്ടിടത്തിന് വേണ്ടി കെട്ടിടങ്ങളുടെ ആവശ്യം പൂർത്തീകരിച്ചത് കൊണ്ടാണ് ഗ്രൗണ്ടിലേക്ക് പണം കൊടുക്കാൻ വേണ്ടി ചെയ്യാറ്. എന്തായാലും സ്കൂൾ കുട്ടികൾക്ക് മാത്രമല്ല ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന ഒരു ഗ്രൗണ്ടായി മാറണം. വളരെ വർഷങ്ങളോളം മന്നായ നമ്മളെല്ലാം പ്രിയങ്കരനായിരുന്ന സുഹൃത്ത് സമദ് സാഹിബിന്റെ നാമധേയത്തിൽ സമദ് ഫുട്ബോൾ എന്ന് തന്നെ അറിയപ്പെട്ടിരുന്ന സമദ് ഫുട്ബോൾ എത്രയോ വർഷങ്ങളോളം നടന്നിരുന്ന ഒരു ഗ്രൗണ്ടാണ്. അത് ഈ തുടങ്ങാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഈ ഗ്രൗണ്ട് നന്നായി വരുന്നതോടുകൂടി അത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ മന്ത്രി പറഞ്ഞതുപോലെയുള്ള മറ്റ് കാര്യങ്ങൾ, കായിക രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ചെറുപ്പത്തിലെ തന്നെ കുട്ടികളെ അതിനു വേണ്ടിയുള്ള പരിശീലനങ്ങൾ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഭാവിയിൽ നമുക്ക് നല്ല സംസ്ഥാന ദേശീയ താരങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പൊ അതിനുള്ള ശ്രമങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട്, നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതായ വളരെ യാഥാർത്ഥ്യജനകമായ കാര്യമായി ഞാൻ കാണിക്കുന്നു. കൃത്യമായിട്ട് കൂടുതലൊന്നും ഞാൻ ഈ അവസരത്തിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി നമുക്ക് ഈ ഗ്രൗണ്ട് സ്കൂളിനും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.
നന്ദിയോട് എല്ലാവർക്കും വേണ്ടി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഈ ഡിവിഷന്റെ കൗൺസിലറും നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ CP സുമതി ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ ബഹുമാനിയായ ശ്രീ കെ മജീദ് സാഹിബ്, അതുപോലെ നമ്മുടെ കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി, നമ്മുടെ ഈ സന്തോഷ മുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിച്ച ശ്രീ ബി അബ്ദുറഹിമാൻ അവർ, അതുപോലെ MLA ശ്രീ PK അബ്ദുൾ അവർ, നഗരസഭാ ചെയർമാൻ അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികൾ, അതുപോലെ വേദിയിൽ സദസ്സിലുള്ള ഏറ്റവും വിശിഷ്ട വ്യക്തികൾ, ഇത്തരം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയമാണ് നമുക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്രമല്ല തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിക്ക് തന്നെ സമ്മാനിക്കാൻ പോകുന്നത്. ഏതായാലും നാം ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു നല്ല നമ്മുടെ പരിപാടി എല്ലാവർക്കും നേതാക്കൾ നന്ദി രേഖപ്പെടുത്തുന്നു. കേരളത്തിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച കായികവകുപ്പ് മന്ത്രി ബി അബ്ദുറഹിമാൻ അവർക്കും സ്കൂളിന്റെ പേര് തിരുവനന്തപുരക്കാരുടെ പേര് അദ്ദേഹത്തിന്റെ വാക്ക് നന്ദി രേഖപ്പെടുത്തുന്നു.